ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 1/√9 - 25x². ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കിത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനാദ്യം തന്നെ 1/√9 നമുക്ക് 3² എന്ന് എഴുതാമല്ലോ. മൈനസ് 25x² എങ്ങനെ എഴുതാം? 25x² 5x² എന്നും എഴുതാൻ പറ്റും. dx. അതായത് ഇവിടെ x² a² വരുന്ന ഒരു ഇൻ്റഗ്രേഷനാണ്. x² a². വേറെ ആരുമില്ല. x² ഉണ്ട്, a² ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് വരാൻ വേണ്ടി 9 ഞാൻ 3² എന്ന് എഴുതി, 25x² 5x² എന്ന് എഴുതി. ഇത് ഏത് ഫോമാണെന്ന് മനസ്സിലായോ? സ്പെഷ്യൽ ഇൻ്റഗ്രൽ 1/√a² മൈനസ് x². എക്സിന് പകരം 5x വന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ട റിസൾട്ട് ഞാൻ ഇവിടെ കാണിക്കാം. ഈ റിസൾട്ടാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. ഈ കിട്ടിയിരിക്കുന്നത് ഇതായിട്ട് കമ്പയർ ചെയ്യാമല്ലോ. റൂട്ടൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. 1/√a² മൈനസ് x². ഫോർമുല സൈൻ ഇൻവേഴ്സ് x/a അല്ലേ. അപ്പോൾ അത് പ്രകാരം എഴുതാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതാൻ വരട്ടെ, ശ്രദ്ധിച്ചെഴുതണം. x/a ആ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ആൾ 5x ആണ്. പറയാതെ എക്സ് എന്ന് എഴുതല്ലേ. സൈൻ ഇൻവേഴ്സ് x/a എക്സിൻ്റെ സ്ഥാനത്ത് 5x ആണ് വന്നിരിക്കുന്നത്. 5x എഴുതാ ഡിവൈഡഡ് ബൈ എയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന 3 ആണ്. കാരണം a² ആണല്ലോ ഇത്. എയുടെ സ്ഥാനത്ത് 3 ആണ്. സൈൻ ഇൻവേഴ്സ് x/a എഴുതുന്ന പോലെ എഴുതിയതാ. പക്ഷെ ഒരു കാര്യം എല്ലാവരും മറന്നു പോകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് വരേണ്ടതിന് പകരം 5x വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. എക്സ് വരുന്നതിന് പകരം ax എന്നോ അല്ലെങ്കിൽ ax + b വന്നാൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് നേരിട്ട് ഉപയോഗിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷേ അതിനുശേഷം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് പ്രകാരം എക്സ് വരുന്നതിന് പകരം ax അതല്ലെങ്കിൽ ax + b വന്നാലും സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതുന്ന പോലെ എഴുതിക്കോ. അതിനുശേഷം ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 5 ആണ് അല്ലേ. അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. എന്നിട്ട് +c എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടിയും നല്ല ഭംഗിയുള്ള രീതിയിലാക്കാം. കിട്ടിയ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1/5 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എന്ന് എഴുതിയാലോ അല്ലേ. 1/5 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 5x/3 + c. ഇതാണ് ആൻസർ.